ഇങ്ങനെ ഒരു കറിവേപ്പ് മരം ഉണ്ടെങ്കിൽ എപ്പോഴും പോയിട്ട് ഇല നുള്ളാലേ. എന്നാൽ ഇലേൻ്റെ ആ ഒരു മുരടിപ്പ് മാറാനും നന്നായിട്ട് തഴച്ച് വളരാനും നമ്മുടെ ഈ ഒരു ഷീമക്കൊന്നേൻ്റെ ഇല ഇതുപോലൊന്ന് ഒടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടി എടുത്തു, അതിലേക്ക് ഞാനിതാ ഷീമക്കൊന്നേൻ്റെ ഇല നന്നായിട്ട് ഇതുപോലൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതാ കുറച്ച് നമ്മുടെ സാധാ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, വേറെ ഒരു വളവും ചേർത്ത് കൊടുക്കണ്ട. കാരണം ഷീമക്കൊന്നേൻ്റെ ഇലയിൽ നല്ലതുപോലെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാഷ്യമൊക്കെ ചെടീൻ്റെ വിളർച്ച മാറി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുരടിപ്പ് മാറി കീടങ്ങളെ അകറ്റാനും ഒക്കെ ഒത്തിരി സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ മുന്നേ നട്ടിട്ടുള്ള ഒരു കറിവേപ്പ് തൈ ഞാൻ ചെറിയൊരു ചട്ടിയിലായിരുന്നു, അത് ഇതിലേക്ക് മാറ്റി നട്ടു. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി ഷീമക്കൊന്നേൻ്റെ ഇലയൊക്കെ ഇട്ട് ഇതുപോലെ നന്നായിട്ട് പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിറയെ കണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ലാസ്റ്റ് ഈ ഒരു ഷീമക്കൊന്നേൻ്റെ ഇല തന്നെ ഇട്ട് പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും കീടങ്ങൾ വരില്ല. ചാണകപ്പൊടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു